Watch full episodes on Jio Hotstar. ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയാണ് സ്കേറ്റ് ചെയ്യേണ്ടെന്ന്. ആഹാ, എന്തൊരു രസമാണ്. അതെ, നിങ്ങളൊക്കെ എങ്ങനെ ഈ സ്കേറ്റ് ചെയ്യുന്നത്? തലകുത്തി വീണ നിങ്ങളിത് എന്താ ചെയ്യുന്നേ? എത്ര പാടുപെട്ടിട്ടാ ഞാൻ സ്നോമാൻ ഉണ്ടാക്കിയെന്നറിയോ? വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ഓടിക്കോളൂ. മമ്മി എനിക്ക് ഫേവറേറ്റ് സാൻഡ്വിച്ച് തന്നിട്ടുണ്ട്. ഞാനത് എത്തിക്ക് കൊടുക്കില്ല. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം, അല്ലെങ്കിൽ എത്തി നമ്മളെ സാൻഡ്വിച്ച് ആക്കി കഴിക്കും. വേഗം വരൂ. എന്തൊക്കെ ഏട്ടി സാറേ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ അല്ലേ? വേണ്ട വേണ്ട ഏട്ടി ചേട്ടാ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഞാൻ അറിയാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് വീണ് പോയതാണ്. എന്നെ വിട്ടേക്ക്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്റെ ഷൂ വേണോ ഏട്ടി ചേട്ടാ? എടുത്തോളൂ എടുത്തോളൂ. വേണമെങ്കിൽ ഈ ഷൂ എടുത്തോളൂ. എന്നെ വിട്ടേക്ക്. വിട്ടോളൂ. ലഡു സിംഗ് സാറിനെ വിട്. വിടാനല്ലേ പറഞ്ഞ്. ശിവ, ആ എത്തി നമ്മുടെ ഹോളിഡേ മുഴുവനും നാശമാക്കി. അത് വീണ്ടും വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ കൂട്ടുകാരൻ പറയുന്നത് ശരിയാ. ഏട്ടിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ആളുകളെ ശല്യം ചെയ്യാറുണ്ട്. ഭയങ്കരമായി. ഇത് ഞങ്ങളുടെ റിസോർട്ടിന്റെ ഓണർ മിസ്റ്റർ സക്സേനയാണ്. ഈ റിസോർട്ട് എന്നേക്കുമായി അടയ്ക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതെ അതെ, ഭയങ്കര സന്തോഷത്തിലാ റെസ്റ്റോറന്റ് തുറന്നത്. എന്നാലും ഇപ്പോൾ തന്നെ അടയ്ക്കേണ്ടി വരും. എല്ലാ ആൾക്കാരുടെയും ജീവൻ അപകടമല്ലേ? ഈ ഏറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ലഡു സിംഗ് സാറിന്റെ ഷൂസ് വലിച്ചെടുത്തു, എന്നിട്ട് ഷൂ എന്ന് പറയുകയും ചെയ്തു. ഒരു എത്തിക്ക് എങ്ങനെ മനസ്സിലാവാനാണ് അതിന്റെ പേര് ഷൂ എന്നാണെന്ന്? അതിനോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കാണും. അതിനോട് ആരെങ്കിലും ചിലപ്പോ ഷൂ എന്ന് പറഞ്ഞു കൊടുത്തു കാണും. അയാളെയാണ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ആൾക്കാരെ കള്ളങ്ങൾ പറയും, അത് നിങ്ങൾ വിശ്വസിക്കരുത്. അവര് ശരിയല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും കെട്ടും കെട്ടി നിങ്ങൾ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാൻ എല്ലാവരെയും വിവരം അറിയിക്കാം. ലഡു സിംഗ് സർ, ഐ നീഡ് യുവർ ഹെൽപ്പ്. എത്തി താമസിക്കുന്നത് മലകളിലാണ്. നമ്മൾ ആ ഭാഗത്തെത്തി മുകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ എത്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിയും. അന്നേരം നിങ്ങൾ പുറകെ കൂടി പോകണം. എന്നിട്ട് ആ എത്തി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ സർ? ശിവ, ഈ മലയുടെ മുകളിൽ കയറുന്നത് ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിലത്തെ ഒരു ഭാഗമായിരുന്നു, അറിയോ? ഐ എം എ ട്രെയിൻഡ് മൗണ്ടനേറിയർ. ലെറ്റ്സ് ഗോ ശിവ, ലെറ്റ്സ് ഗോ. ബാദുഷാ ഭായ്, റിസോർട്ടിൽ ഒരു ചെക്കൻ അവന്റെ കൂട്ടുകാരുമായിട്ട് വന്നിട്ടുണ്ട്. അവൻ ആ ഏട്ടിയുടെ രോമം എടുക്കണമെന്ന് പറഞ്ഞ നിർബന്ധത്തിലാണ്. എല്ലാവരോടും പലതും ചോദിക്കുന്നുണ്ട്. ബാദുഷാ ഒരിക്കലും ആരോടും തോറ്റിട്ടില്ല. നീ ആ ചെറിയ ചെക്കനെ പോലും പേടിപ്പിച്ചിട്ടില്ലല്ലോ. നാണക്കേട്. നിനക്ക് അവിടെ പോയി ഷൂ എന്ന് പറയേണ്ട കാര്യം എന്താ? അതുകൊണ്ടാണ് ആ ചെറുക്കന് ഭയങ്കരമായിട്ട് സംശയം തോന്നിയത്, അറിയോ? ഇതുപോലെ ആളുകൾ ആ റിസോർട്ടിന് വന്നുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ആ റിസോർട്ട് എങ്ങനെ അടയ്ക്കാൻ പറ്റും? പറ. റിസോർട്ട് എങ്ങനെങ്കിലും അടപ്പിക്കണം. എന്നാലേ നമുക്ക് കുറഞ്ഞ വിലയിൽ മേടിച്ച് എന്നിട്ട് നമുക്ക് ബിസിനസ് വിപുലീകരിക്കാൻ പറ്റൂ.
നമ്മുടെ പ്ലാൻ എല്ലാം ഇപ്പൊ നീ കാരണം നശിക്കുമെന്ന് തോന്നുന്നു. സോറി ബോസ്. സോറി കൊണ്ട് ആ ശിവയുടെ സംശയം മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം ആ ചെക്കൻ കണ്ടുപിടിക്കാൻ പാടില്ല. വേഗം നിന്റെ ഈ ഡ്രസ് ഇട്ടിട്ട് ആ ചെക്കൻ ഇവിടെ വരുന്നത് തടയാൻ നോക്ക്. ഇവിടെ നിക്കല്ല, പെട്ടെന്ന് പോ. ഇത്രയും വലിയ മലയോ? ഇതിന്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറി പോവാനാണ്? ഞാനൊരു വലിയ മൗണ്ടനറാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആവശ്യമില്ലാത്തൊരു പൊല്ലാപ്പ് വരുത്തി വെച്ചു. ഇനിയിപ്പോ ഞാൻ മുകളിലേക്ക് പോയില്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ നാണക്കേടാവും. എന്തേലും ചെയ്യേ ലഡ്ഡു സിംഗ്, എന്തേലും നീ ചെയ്തേ പറ്റൂ. ശിവ, നീ മലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞോ? ലഡു സിംഗ് സർ, നിങ്ങൾ മലയുടെ മുകളിലേക്ക് പോയിക്കോളൂ. അതിന്റെ ഉള്ളിൽ ഞാനും അവിടെ എത്താൻ നോക്കാം. ശിവ, നീ മലയുടെ മുകളിലേക്ക് കേറുന്നത് വേണ്ടാന്ന് വെച്ചേക്ക്. ഞാൻ തന്നെ ഇപ്പൊ പകുതി വെച്ച് കുടുങ്ങിയിരിക്കയാണ്. എനിക്ക് ഇവിടുന്ന് മുകളിലേക്കും കേറാൻ പറ്റുന്നില്ല, താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. മിഷൻ അബോർട്ട് ശിവ, മിഷൻ അബോർട്ട്. ലഡു സിംഗ് സർ, മിഷൻ ഒരിക്കലും അബോർട്ട് ആവില്ല. ഞാൻ മുകളിലേക്ക് തന്നെ പോവാൻ ശ്രമിക്കും. അല്ല, ഇത് കൊള്ളാമല്ലോ. ഈ സ്ഥലം റിസോർട്ട്സിനേക്കാളും മനോഹരമായിരിക്കുന്നല്ലോ. അല്ല യത്തി അങ്കിൾ, നിങ്ങൾ ടി.വി. ഒക്കെ കാണാറുണ്ടല്ലേ? ഇല്ല, കാണാറില്ല. ഓഹോ, ഇപ്പോഴാണ് പിടി കിട്ടിയത്. അല്ല, നിങ്ങൾ മലയാളവും സംസാരിക്കുവോ അല്ലേ? അല്ല യത്തി അങ്കിൾ, നിങ്ങളുടെ സൂട്ടിന്റെ സിപ്പ് തുറന്നിരിക്കാണല്ലോ. എന്റെ സൂട്ടിൽ സിബില്ലല്ലോ, ബട്ടൺസാ ഉള്ളത്. ഇപ്പൊ കള്ളത്തരം കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ ശരിക്കുള്ള എത്തിയല്ല, അത് മനസ്സിലായി. വേഗം നിങ്ങളുടെ ഉടുപ്പൊക്കെ ഒന്ന് അഴിച്ചു മാറ്റ്. അവന്റെ ഡ്രസ് നീ അഴിപ്പിക്കാൻ നോക്കരുത്. ഈ മരമണ്ടനാണ് ഞാൻ ഏറ്റിയായി മാറ്റിയത്. കുട്ടി, നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം അവനെ പിടിക്കേ. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഇവിടെ കുടുങ്ങി കിടന്നിട്ട് എത്ര നേരായി? ഐ വിൽ ബി ബാക്ക്. അവൻ ആ കുഴിയിൽ വീണു. ഹലോ, ദൂരെ ഒന്നും ഞാൻ പോയിട്ടില്ല. ദേ കണ്ടില്ലേ, നിങ്ങളുടെ മുൻപിൽ തന്നെ ഞാനുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എത്തിയാണല്ലോ. എന്റെ അമ്മോ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഒരു മാനേജറിനെ വിശ്വസിച്ചിട്ടാണ് ഈ റിസോർട്ട് എല്ലാം ഒരാളെ ഏൽപ്പിച്ചത്. എന്നിട്ട് കണ്ടില്ലേ, എടോ താൻ ആള് കൊള്ളാലോ. ഹലോ സർ, അപ്പൊ ഇതൊക്കെയാണോ ഇവരുടെ പ്ലാൻ?
ഡ്യൂപ്ലിക്കേറ്റ് എത്തിനെ പറഞ്ഞു വിട്ട് ടൂറിസ്റ്റിനെ ഒക്കെ പേടിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ റിസോർട്ട് അടയ്ക്കുമ്പോൾ അത് കുറഞ്ഞ വിലക്ക് വാങ്ങി വെച്ചിട്ട് ഇവർക്ക് പുതിയ റിസോർട്ട് തുടങ്ങാനാണ് പ്ലാൻ. എന്തായാലും ഇവരുടെ പ്ലാൻ പൊളിഞ്ഞു പോയി. ശിവ ഓഹോ എനിക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആവുമെന്ന്. കണ്ടോ, ഞാൻ ഈ മലയുടെ അടിവാരത്തിൽ ഇവന്മാർക്ക് ഒരു സ്പെഷ്യൽ ജയിൽ ഉണ്ടാക്കി വെക്കും. ഇവിടെ വെറും ഐസ് കട്ട മാത്രമേ ഉണ്ടാവൂ. ഇവന്മാർക്ക് തിന്നാനും കുടിക്കാനൊക്കെ അത് തന്നെ വേണ്ടി വരും. നിനക്ക് സന്തോഷമായല്ലോ ഏട്ടി? Watch India's largest kids library only on Jio Hotstar. Download the app now.